നമസ്കാരം, സിനി ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. ക്യാൻസർ എന്ന മാരക രോഗം ഒറ്റപ്പെടുത്തിയ ഒരു കാർഷിക ഗ്രാമത്തിന്റെ അതിജീവനത്തിന്റെ കഥ പറയുകയാണ് ദി ലൈഫ് ഓഫ് മാൻഗ്രോവ്. NN ബൈജു രചനയും സംവിധാനവും നിർവഹിക്കുന്ന ഈ ചിത്രത്തിന്റെ ചിത്രീകരണം തൃശൂർ അമല ഹോസ്പിറ്റലും പരിസരങ്ങളുമായി പൂർത്തിയായി. ചിത്രം ഡിസംബർ മാസം തിയേറ്ററിലെത്തും. മമ്മൂട്ടി നായകനായി അഭിനയിച്ച് ഏറെ ശ്രദ്ധേയമായ പുഴു എന്ന ചിത്രത്തിനു ശേഷം രതീന സംവിധാനം ചെയ്യുന്ന പാതിരാത്രി എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയായിരിക്കുകയാണ്. ബെൻസി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ KV അബ്ദുൾ നാസർ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ ചിത്രീകരണം കുമളി, അണക്കര, കൊച്ചി ഭാഗങ്ങളായിട്ടാണ് പൂർത്തിയായിരിക്കുന്നത്. രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ ജീവിതത്തിലുണ്ടായ കഥയാണ് ചിത്രം പറയുന്നത്. സൗബിൻ ഷാഹിറും നവ്യ നായരുമാണ് ഈ ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളായ കോൺസ്റ്റബിൾ ഹരീഷ്, പ്രൊബേഷണറി SI ജാൻസി കുര്യൻ എന്നിവരെ അവതരിപ്പിക്കുന്നത്. സണ്ണി വെയിൻ, ആനഗസ്റ്റിൻ എന്നിവരും മുഖ്യവേഷങ്ങളിലുണ്ട്. ശബരീഷ്, ഹരിശ്രീ അശോകൻ, ഇന്ദ്രൻസ് എന്നിവരും പ്രധാന താരങ്ങളാണ്. RJ ബാലാജിയുടെ സംവിധാനത്തിൽ സൂര്യ നായകനാകുന്ന സൂര്യ 45 നവംബർ 30-ന് ചിത്രീകരണം ആരംഭിക്കുന്നു. തൃഷ കൃഷ്ണനാണ് ചിത്രത്തിലെ നായിക. AR റഹ്മാൻ സംഗീത സംവിധാനം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ കഥ ഒരുക്കുന്നത് തമിഴ് പ്രഭയാണ്. പേട്ടൈ, സരപ്പെട്ട പരമ്പരൈ, തങ്കലാൻ, ബ്ലൂ സ്റ്റാർ എന്നീ ചിത്രങ്ങളുടെ കഥയൊരുക്കിയത് തമിഴ് പ്രഭയായിരുന്നു. ചിത്രം ഒരു ആക്ഷൻ എന്റർടൈനർ ആണെന്നാണ് റിപ്പോർട്ടുകൾ. ദുൽഖർ സൽമാൻ നായകനായ തെലുങ്കു ചിത്രം ലക്കി ഭാസ്കർ OTT-യിലേക്ക്. നെറ്റ്ഫ്ലിക്സ് ആണ് ചിത്രത്തിന്റെ സ്ട്രീമിംഗ് അവകാശം നേടിയത്. ചിത്രം നവംബർ 28-ന് നെറ്റ്ഫ്ലിക്സ് സ്ട്രീമിംഗ് ആരംഭിക്കും. തിയേറ്ററിൽ വൻ വിജയമായ ചിത്രം 100 കോടി ക്ലബിൽ ഇടം നേടിയിരുന്നു. വെങ്കി അഡ്ലൂരിയാണ് ചിത്രത്തിന്റെ സംവിധായകൻ.